പുതിയ ആളുകളെ അന്വേഷണത്തിലേക്ക് ഉൾപ്പെടുത്തണം എന്ന് പറയുന്നതിലും ഗവൺമെൻറ് ഇടപെടലുണ്ടായി എന്ന് വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അന്വേഷണം കുറേ കൂടി ദ്രുതഗതിയിലാകണം. ഉത്തരവാദിത്തപ്പെട്ട എല്ലാ പ്രതികളെയും, പ്രതികളാക്കപ്പെടേണ്ട എല്ലാവരെയും പ്രതികളാക്കാൻ അന്വേഷണ ഏജൻസികൾക്ക് സാധിക്കണം. നഷ്ടപ്പെട്ട സ്വർണം വീണ്ടെടുക്കാൻ സാധിക്കണം. എത്രയോ മാസമായി ഇതിൻ്റെ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നു. നഷ്ടപ്പെട്ട എത്രയും തിട്ടപ്പെടുത്തിയിട്ടില്ല. അത് വീണ്ടെടുക്കാനുള്ള നടപടികൾ ത്വരിതപ്പെടുത്തുകയും ചെയ്യണം. പിന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുന്ന പ്രതികൾ CPM നേതാക്കന്മാർ, മുൻ MLA പത്മകുമാർ ഉൾപ്പെടെയുള്ള മുൻ ദേവസ്വം ബോർഡ് കമ്മീഷണറും പ്രസിഡന്റുമായിരുന്ന വാസു ഉൾപ്പെടെയുള്ള ആളുകളെ ഇപ്പോഴും CPM നേതൃത്വം സംരക്ഷിക്കുകയാണ്, ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. എത്രയോ തവണ അവരുടെ ജാമ്യാപേക്ഷകൾ കോടതി തള്ളിയത് മതിയായ കാരണങ്ങൾ സഹിതമാണ്. ഇത്രയും ദൈർഘ്യമേറിയ കാലത്ത് ജാമ്യം കിട്ടാതെ ജയിലിൽ കിടക്കുന്ന പ്രതികൾക്കെതിരെ പാർട്ടി ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഒരു നടപടിയും, സാധാരണ ഒരു പാർട്ടി പ്രവർത്തകനെതിരെ നടപടി സ്വീകരിക്കണമെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ ഒരു കേസ് വന്നാൽ മതി. ഒരക്ഷരക്ക നടപടിയും പാർട്ടി തലത്തിൽ സ്വീകരിച്ചിട്ടില്ലെന്ന് മാത്രമല്ല, മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും അവരെ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് ആവർത്തിക്കുന്നത്. ഇന്നലെ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അനലൈസ് ചെയ്തുകൊണ്ട് CPMൻ്റെ അവകാശവാദങ്ങൾ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിക്കുകയുണ്ടായി. ഞങ്ങളുടെ അവകാശവാദങ്ങൾ ഞങ്ങളാരും പറഞ്ഞതല്ല. പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളാണ് 110 സീറ്റുകളിൽ UDF പാർലമെന്റ് ഇലക്ഷനിൽ മുന്നിട്ട് നിൽക്കുന്നു, അസംബ്ലി സെഗ്മെന്റ് വൈസ് പറഞ്ഞത് മാധ്യമങ്ങളാണ്. കാര്യകാരണ സഹിതമാണ്, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിലെ കണക്ക് വെച്ചാണ്. ഇപ്പോഴും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2-3 തട്ടുകളിൽ വാർഡുകളിലെ മത്സരത്തിന്റെ റിസൾട്ട് പത്രങ്ങളിലാണ്, മാധ്യമങ്ങളാണ് അനലൈസ് ചെയ്തത്. അല്ലാതെ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു ഏജൻസിയോ ഏതെങ്കിലും ഏജൻസിയുടെ കണക്കല്ല. മുഖ്യമന്ത്രി പറഞ്ഞ രൂപത്തിലൊരു ഏജൻസിയുടെ കണക്കല്ല. മാധ്യമങ്ങൾ ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ നിന്ന് കണക്കുകൾ സ്വീകരിച്ചുകൊണ്ടാണ്. വാർഡ് തലത്തിൽ ചിലപ്പോൾ കുറച്ചും കൂടെ ഇൻഡിവിജ്വൽ വോട്ടുകൾ വരും. ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും ജില്ലാ പഞ്ചായത്തിൻ്റെയും വോട്ടുകൾ രാഷ്ട്രീയ വോട്ടുകളാണ്. അതും കൂടി വിലയിരുത്തിക്കൊണ്ടാണ് UDFന് നിയമസഭാ അടിസ്ഥാനത്തിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും, ഒരുപക്ഷെ പാർട്ടി CPM പാർട്ടി പത്രം അത് അത്രയും വെളിച്ചത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും അവർ പ്രതിപക്ഷത്ത്, അല്ലെങ്കിൽ അവർ ആ കാര്യത്തിൽ ന്യൂനപക്ഷമാണെന്ന് അവർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു, പാർട്ടി നേതാക്കന്മാർക്ക് പോലും സമ്മതിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഞങ്ങളാരും അവകാശപ്പെട്ടതല്ല. ഞങ്ങളുടെ കാൽക്കുലേഷൻ മാധ്യമങ്ങളുടെയും ഔദ്യോഗിക കണക്കുകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. CPMൻ്റെ ഒരു ദിവാസ്വപ്നം മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ടും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. ഇരിട്ടിയിലേക്ക് നിങ്ങളെല്ലാവരും വന്നപ്പോൾ ഈ പ്രദേശത്തെ നടുക്കിക്കൊണ്ടാണ് ഇന്നത്തെ രാവിലത്തെ ഒരു വാർത്ത. അയ്യങ്കുന്ന് പഞ്ചായത്തിലെ പാലത്തുംകടവിൽ ഒരു പശുത്തൊഴുത്തിൽ നിന്ന് 4 പശുക്കളെയാണ് ഇന്നലെ രാത്രി കടുവ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. കഴുത്തിന് പിടിച്ച് ആ പല്ല്, അല്ലെങ്കിൽ കടുവയുടെ പല്ലിറങ്ങിയ ആ ചോരപ്പാടുകളും ആ മൃഗങ്ങൾ 4 പശുക്കൾ, കറവ പശു ഉൾപ്പെടെ മലർന്ന് ചത്തുകിടക്കുന്ന വലിയ ദയനീയമായ ചിത്രം ഇന്ന് രാവിലെ കണ്ടു. അതിനെ തൊഴുത്തിൽ കയറ് കെട്ടിയിട്ടത് കൊണ്ടാണ് ാണ് കണ്ടത്. അദ്ദേഹം ചോദിക്കുന്നത്, രാഷ്ട്രീയ ഉന്നത നേതൃത്വത്തിലുള്ള പലരുമുണ്ട്, അവരെ ഒഴിവാക്കുന്നു എന്നത് പ്രധാനമായും കടകംപള്ളിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയത്. മുൻ മന്ത്രിയുടെ ചോദ്യം ചെയ്യൽ എന്തായി, അഭിമുഖമെടുക്കലാണോ നടന്നത് എന്ന് ചോദിക്കുന്നു. ഇനിയും ഉന്നതരുണ്ട്, രാഷ്ട്രീയ നേതൃത്വത്തിലെ പലരെയും ഒഴിവാക്കുകയാണ്, എല്ലാവരെയും പ്രതികളാക്കണം, ഇപ്പോഴുണ്ടായിരിക്കുന്ന തന്ത്രിയുടെ അറസ്റ്റ് അന്വേഷണ പുരോഗതിയുടെ ഭാഗമാണ് എന്നുകൂടി പറയുകയാണ്. ഒപ്പം പാർട്ടി സംരക്ഷിക്കുകയാണ് നിലവിൽ ജയിലിൽ കഴിയുന്ന നേതാക്കളെ എന്നുകൂടി അദ്ദേഹം ആ ആരോപണം ആവർത്തിക്കുകയും ചെയ്യുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.